പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതിനേക്കാളും പറയാനുള്ള വില്ലനായിട്ട് വന്ന ലാസ്റ്റ് വന്ന രണ്ടുപേരും ആ പുള്ളിയുടെ എൻട്രി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഒന്നും പറയാല്ല, കിളി പോയി. Lot of violence. It's difficult to handle. Oh my god, I can't even explain that in words. Yeah, it's totally fine. Everything is fine. But the violence is very high. Yeah, thank you. മാർക്കോ ഇച്ചിരി ബ്രൂട്ടലായിരുന്നു. പിന്നെ ബാക്കി നീ പറഞ്ഞ അത്യാവശ്യം നല്ല ബ്രൂട്ടൽ പടമാണ്. സൈഡിൽ ഇരുന്ന ചേട്ടന്മാരൊക്കെ കണ്ണുപൊത്തിയായിരുന്നേ, അത്രയ്ക്ക് ഇച്ചിരി ചേട്ടന്മാർ വരെ കണ്ണുപൊത്തി. അങ്ങനെ വലിയൊരു ഇങ്ങനെ ഇരുന്നേ, ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ കണ്ണുപൊത്തി. അത്ര ബ്രൂട്ടലാ. അപ്പം കാണേണ്ടവർ കാണാം. സത്യം, പിള്ളേരെ കൊണ്ട് കൊണ്ടുവരരുത്. വരണ്ട. എങ്ങനെയുണ്ട് ഉണ്ണി മുകുന്ദന്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി ഇച്ചിരി സീനാ. പ്രത്യേകിച്ച് ഡയലോഗ് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല, എന്നാൽ ആ സ്വാഗ് ഭയങ്കര ഒരു ടോൺ സെറ്റപ്പ് സ്വാഗ് വേറെ ലെവൽ. വെട്ടും കുത്തും കാണണമെങ്കിൽ വന്നോ. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബ്രൂട്ടലാണ്. നമ്മൾ ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട്, അതായത് സെൻസർ ചെയ്തിട്ട് ഇത്രയും, അപ്പൊ സെൻസർ ചെയ്യാത്ത പടം ഇനി നെറ്റ്ഫ്ലിക്സിലോ ഇറങ്ങുമ്പോൾ കാണാം. ഭയങ്കര ബ്രൂട്ടലാണ്. എങ്ങനെയുണ്ട് ജഗദീഷ് ചേട്ടൻ? എങ്ങോട്ടാണ് ഒരു നെഗറ്റീവ് റോളില് എനിക്ക് അങ്ങനെ സൂപ്പർബൊന്നും തോന്നിയില്ല. ബട്ട് ആ ആറ്റിറ്റ്യൂഡൊക്കെ കൊള്ളാം. അവസാനത്തെ സാധനമൊക്കെ കൊള്ളാം, സീക്വൻസ് ഒക്കെ കൊള്ളാം. പുള്ളിക്ക് എന്തുവാ ഇത്ര നാൾ കൊടുത്താൽ മറ്റേ അപ്പുക്കുട്ടൻ എന്തോ റോളില്ല, അത് വെച്ച് പുള്ളി നൈസായിട്ട് ചെയ്തേക്കാം. പുള്ളി കൊടുത്തിരിക്കുന്ന റോള് വെച്ച് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി കൊണ്ട് പറ്റിയതാ, പക്ഷെ സ്റ്റിൽ നല്ലതായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മാർക്കോ? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് വയലൻസും കാര്യങ്ങളൊക്കെ? വയലൻസ് കൊള്ളായിരുന്നു. പേടിച്ചായിരിക്കുന്നത്? ഇല്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നൈസായിരുന്നു. എഡിറ്റിംഗ് കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്പെക്ടിങ്. എങ്ങനെയുണ്ട് ഉണ്ണി മുകുന്ദന്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് ക്യാരക്ടർ. പിന്നെ ജഗദീഷ് ചേട്ടൻ, ആ ലാസ്റ്റ് വന്ന വില്ലൻ, ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇത്രേ ഉള്ളൂ പറയാൻ. എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു. നല്ല പടമാണ്, നല്ല മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ നടന്മാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നടന്മാരെല്ലാവരും കൊള്ളാം. ഉണ്ണിമുകുന്ദൻ നല്ല കാഴ്ച വെച്ച നല്ല പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട് ജഗദീഷ് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കൊള്ളായിരുന്നു. നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല, നല്ല കഷ്ടപ്പെട്ടെടുത്ത സിനിമ തന്നെയാണ്. നെഗറ്റീവ് ഷെയ്ഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയുടെ ഇന്റിമിഡേറ്റിംഗ് ക്യാരക്ടറായിരുന്നു. നല്ല പ്രസൻസും ഉണ്ടായിരുന്നു, സ്ക്രീൻ പ്രസൻസും അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല. വയലൻസ് ഇത്തിരി ഓവറാണ്. ഫാമിലിക്ക് എല്ലാവരുടെയും നല്ല ഇത് തന്നെയാണ്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ലേഡീസൊക്കെ ഇത്തിരി എല്ലാവരും കണ്ണും പൊത്തിയൊക്കെ ഇരിക്കുന്ന ഒരു ഇതായിരുന്നു. കൊള്ളാം, നല്ല സൂപ്പർ അഭിനയമായിരുന്നു കേട്ടോ. പുള്ളിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇതാണ്, നല്ല ഇതാണ്. ശരി, ഞെട്ടിക്കും. അടിപൊളി, നല്ല ഉണ്ണിമുകുന്ദൻ അടിപൊളിയാണ്. പിന്നെ അടിപൊളിയല്ലേ, പുതിയൊരു ക്യാരക്ടറാണ്. വയലൻസ് ആണ് മെയിൻ, ആക്ഷനും എല്ലാം പവർ പാക്ഡ് ആണ്. ഞാൻ ഉണ്ണി മുകുന്ദൻ ഫാനാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ട് വയലൻസും കാര്യങ്ങളൊക്കെ? ഇന്റൻസ് ഫൈറ്റ് സീൻ ആയിരുന്നു. ആൻഡ് സ്റ്റോറി വൈസ് എനിക്ക് വലുതായിട്ടും തോന്നിയില്ല, ബട്ട് ഫൈറ്റ് സീൻ ആക്ഷനും സൂപ്പറാ. ശരി, എങ്ങനെയുണ്ട് ഉണ്ണിമുകുന്ദൻ? ഉണ്ണിമുകുന്ദനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദൻ അടിപൊളിയാണ്, കാണേണ്ട സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല വയലന്റ് ആണ്, പക്ഷെ കൊള്ളാം. കുഴപ്പമില്ല. മാക്സിമം 2 പടമാണ്. കഥ വലിയ പ്രതീക്ഷിക്കേണ്ട, ബാക്കിയെല്ലാം പൊളി. ആക്ഷൻസ് ഒക്കെ ഒരു മലയാള പടത്തിനെ സംബന്ധിച്ച് ബോളിവുഡ് ലെവൽ ആക്ഷനാണ്. സാധനം പൊളി. പൈസ വസൂല, അടി കാണാൻ വേണ്ടി മാത്രം വന്നാൽ മതി. ഉണ്ണിമുകുന്ദൻ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ ഇതുവരെയുള്ള അഭിനയം പോലെയല്ല, പുള്ളി നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടൊരു ഉണ്ണിമുകുന്ദനെ അല്ല നമുക്ക് പടത്തിൽ കാണാം. ജഗദീഷ് ചേട്ടൻ ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷ് നെഗറ്റീവ് സാധാരണ അങ്ങനെ ചെയ്യാറ്. സംഭവം പുള്ളി നല്ലപോലെ ഫലിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടൊരു കോമഡി ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പഴയ ജഗദീഷ് ചേട്ടനെ മറന്നു കളയുക. ഇവിടെ വരുമ്പം പുള്ളിയുടെ ഇപ്പോഴത്തെ റോള് മാത്രം കണ്ട് മനസ്സിലാക്കുക, അതാണ് അതിൻ്റെ രീതി. അല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തിൽ? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആക്ഷൻ മൂവിയാണ്, കാണാൻ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് ജഗദീഷ് ചേട്ടനൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നെഗറ്റീവ് ഷെയ്ഡ് മാരകമായിരുന്നു, ഉള്ള പക്കയായിരുന്നു, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? കൂടെ കണ്ടതാണ്, സൂപ്പർ പടം. ജഗദീഷിന്റെ നെഗറ്റീവ് റോൾസ് ഒക്കെ പക്ക, ഇതുവരെ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള പെർഫോമൻസസ് ആയിരുന്നു. ആ ലാസ്റ്റ് വന്ന വില്ല എങ്ങനെ ഉണ്ടായിരുന്നു? സൈറസ് ആയിട്ട് വന്നു. അയാളെ കുറിച്ച് ഒന്നും പറയാനില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള. സാധാരണ ഒരു നെഗറ്റീവ് ഫിലിം കാണും പോലെ ഒന്നും അല്ലായിരുന്നു, പക്ഷേ കിട്ടുന്ന എക്സ്പീരിയൻസ്
എങ്ങോട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയലൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ ഇറങ്ങിയ ഫിലിംസിനെ പോലെ ഒന്നും അല്ലായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു എൻജോയ് ചെയ്തു. മാർക്കോ നല്ല സിനിമയാണ് കേട്ടോ, കൊള്ളാം, അടിപൊളി കൊള്ളാം. ആക്ഷനും കാര്യങ്ങളൊക്കെ ഒക്കെ സൂപ്പറായിരുന്നു, കൊള്ളാം. അത് എടുത്തിരിക്കുന്ന രീതിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ജഗദീഷ് ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീശനം പൊളിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല. നെഗറ്റീവായിട്ട് വന്നപ്പോഴത്തേക്ക് നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു, സൂപ്പറായിട്ട് ചെയ്തു. കാരണം കോമഡി നമ്മളെ കണ്ട് ഒട്ടും ആ ഒരു പുള്ളി സൂപ്പറായിരുന്നു. നോട്ടോ ആയാലും എല്ലാം. എങ്ങനെയുണ്ട് വയലൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മലയാള സിനിമ ഇതുവരെ വയലൻസ് ഒരു രക്ഷയില്ല കേട്ടോ, കംപ്ലീറ്റ് ചോരക്കളം, ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല ഡാർക്കാണ്, വയലൻസും കാര്യങ്ങളൊക്കെ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിലെടുത്ത് പറയാൻ? ഇഷ്ടപ്പെട്ടത് ബ്രൂട്ടാലിറ്റി, ലൈക്ക് എനിക്ക് ഇങ്ങനത്തെ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ